നാം ധ്യാനിക്കുന്ന വചനവും ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ചിന്തകളും യഹോവയ്ക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. ആമേൻ. കർത്താവ് യേശുക്രിസ്തു കുരിശിൽ നിന്ന് രണ്ടാമത് മുഴിഞ്ഞ വാക്യമാണ് അല്പസമയം നമ്മുടെ ധ്യാനത്തിന് ഞാൻ തിരിക്കുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ലൂക്ക് 23:43. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥ മലയിൽ ദൈവപുത്രനായ രക്ഷകനായ യേശുവിനെ ഇരുകളർ നടുവിൽ ക്രൂശിക്കുകയുണ്ടായി. യെശയ്യാ 53:12 യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന തിരുവചനം ഇവിടെ നിവൃത്തിയാകുന്നു. ഗോൽഗോഥ മലയിൽ ആ കുരിശിനരികിൽ നമുക്കും കടന്നു ചെല്ലാം. അന്നും കുറെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും പരീശന്മാരും ശതാധിപന്മാരും ഒക്കെ ഇതിന് സാക്ഷിയായിരുന്നു. ഇന്നും ഈ സഭയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ക്രൂശിൻ്റെ അരിയിലിരിക്കുന്ന ചിന്തയോടുകൂടി അല്പസമയം ഇരുന്നാൽ നമുക്ക് ഈ വചനം ശരിയായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിലാക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പല അത്ഭുതങ്ങളും നടന്നതായി വചനം പറയുന്നു. ഒരു വലിയ എർത്ത് തന്നെ അവിടെ ഉണ്ടായി. 3 മണിക്കൂറോളം അന്ധകാരം ഉണ്ടായതായിട്ട് നാം മനസ്സിലാക്കുന്നു. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ്, തിരശ്ശീല നെടുവേ കീറി, ഇങ്ങനെ പല അത്ഭുതങ്ങളും. അന്ധകാരത്തിന് മുൻപ് യേശുക്രിസ്തു 3 വാക്യങ്ങളും, അന്ധകാര സമയത്ത് 1 വാക്യവും, അന്ധകാരത്തിന് ശേഷം 3 വാക്യങ്ങളുമാണ് പറഞ്ഞതായിട്ട് വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. അന്ധകാരത്തിന് മുൻപ് രണ്ടാമതായി പറഞ്ഞ വാക്യമാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. Assuredly I say to you, today you will be with me in paradise. ജീവിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് റെവലേഷൻ 2:7 നാം വായിക്കുന്നു. ജയിക്കുന്നവന് മാത്രം. ഇതാ ഇവിടെ ഒരാൾ ജയിച്ചിരിക്കുന്നതായിട്ട് നാം ചിന്തിക്കാൻ പോവുകയാണ്. ജനസിസ് 2:8 ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി ഏദനിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. എന്നാൽ ആദാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം അവിടെ നിന്ന് ഇറക്കി വിട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാർക്ക് മാത്രമേ പറുദീസയിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവ കൂട്ടായ്മയിൽ വസിക്കുന്ന ഒരു പൂങ്കാവനമാണെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിതാവെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാനുള്ളവർ ക്ഷമിക്കണമേ എന്ന് യേശു 1-ാമത്തെ വചനത്തിൽ പറഞ്ഞ് യാചിച്ചപ്പോൾ അനുദപിച്ച കള്ളന് പറുദീസ പ്രാപിക്കുവാൻ 2-ാമത്തെ മൊഴിയിൽ കൂടി നാം അത് മനസ്സിലാക്കുന്നു. യേശു മഹത്വത്തിന്റെ രാജാവ് എന്നുള്ളത് അവൻ വിശ്വസിച്ചു. അങ്ങനെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ ദുഷ്പ്രവൃത്തിക്കാരൻ ഒരുവൻ യേശുവിനോട് യാചിക്കുന്നു. ഈ യാചനയ്ക്ക് ഉത്തരമായി ദൈവക്ഷമയും ദൈവം യേശുവിൽ ദാനം ചെയ്യുന്ന പറുദീസ അനുഭവവും യേശു അവന് ഉറപ്പുവരുത്തുന്നു. ഈ മഹാകള്ളൻ സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചത് ഒരു വലിയ അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതും കുറ്റക്കാരനെന്നുള്ള ബോധം അനുദപിച്ച് അവൻ മനസ്സിലാക്കിയതും ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ജീവിതകാലം മുഴുവൻ കള്ളവും കൊള്ളയും കൊലയും നടന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട്
അവസാനം ശിക്ഷാന്മാരുടെ കൂടെ ദുഷ്പ്രവർത്തിക്കാർ ഒരുമിച്ച് തറയ്ക്കുന്നത് പോലെ ക്രൂശ് തറച്ച് കൊല്ലുവാനായിട്ട് യേശുവിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വലത് വിരുദ്ധമായിട്ട് ക്രൂശിക്കുന്ന രണ്ട് കള്ളന്മാരെയാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്നത്. അതിൽ ഈ ദുഷ്പ്രവൃത്തിക്കാരന് ഇത്രയും പെട്ടെന്നൊരു അത്ഭുതമായിട്ടൊരു വിടുതൽ വരാനായിട്ട് എന്തു ചെയ്തു എന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എത്ര മഹാഭാവിയായിരുന്നാലും അവരെ ദൈവമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അധികാരം ഇവിടെ നാം കാണുന്നു. ദൈവത്തിനായ യേശുവിനോടുകൂടി രൂപാന്തരം പ്രാപിച്ച ഈ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ജീവിതം കാലം മുഴുവൻ കൊള്ളയും കൊലയും ചെയ്തുവെങ്കിലും നല്ല ദൈവഭക്തിയുള്ള മാതാപിതാക്കളാൽ അവൻ വളർത്തപ്പെട്ടതായിരിക്കാം. സാഹചര്യം അവനെ ഇത്രയും കൊണ്ടെത്തിച്ചതാകാം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊരു മാനസാന്തരത്തിന് സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. Assuredly I say to you, today you will be with me in paradise. Luke 23:43. When Jesus was being crucified, two thieves hung alongside him. According to Mark, both men heard insults at Jesus. Mark 15:32. One of the thieves, however, had a change of heart as he realized Jesus' innocence, his own sin, and his destiny. He rebuked the other thief and asked Jesus to remember him when he came into his kingdom. These words were a sign of repentance and simple faith. Salvation for the man was immediate. The Lord Jesus gave us 3 assurances from this word. First, Jesus assures us of the certainty of the salvation. We are saved the moment we believe in Jesus. Second, Jesus assures us of an abiding fellowship with Him. We will be with Him the moment we die. 2 Corinthians 5:8. We are confident, I say, and would prefer to be away from the body and at home with the Lord. Philippians 1:23. Third, Jesus assures us of our home in heaven. Paradise is where God dwells. 2 Corinthians chapter 12, 1-4. Christ called it His Father's house with many rooms, a place where He has gone to prepare for each one of us. He will personally come and bring us home to that place. John chapter 14, verses 2 and 3. Cross. പാഷൻ വീക്കിൽ ക്രൂശിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടാകില്ല. ഒരു ദേവാലയത്തിന്റെ മുകളിൽ ശിരസ് ഉയർത്തി നിൽക്കുന്ന ഒരു കുരിശിനെ കണ്ടിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതി ചില വരികൾ ഞാനിവിടെ പറയുന്നു. 2000ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരു മഹാത്യാഗത്തെ ഇപ്പോഴും മൂഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കുമേകമുഖമോ കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ടവൻമുകിൽ തുണ്ടുകൾ പാപം ഹരിച്ച് പാരിന് പിന്നേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. കുരിശിന്റെ അന്തരംഗത്തിലെ സത്യത്തെയാണ് ഇവിടെ മഹാകവി വർണ്ണിച്ചിരിക്കുന്നത്. നീചരും ഹീനരും പാപമൂലം ദൈവതേജസ് നഷ്ടപ്പെട്ടവരുമായ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ ദൈവം ഏറ്റുവാങ്ങിയ നീക്കുപോക്കില്ലാത്ത വേദനയുടെ പരമമായ പ്രതീകമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. കുരിശ് കുറ്റവാളികളെ പീഡിപ്പിച്ച് കൊല്ലാനുള്ള ഉപകരണമായിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികൾക്ക് അത് രക്ഷയുടെ ചിഹ്നമായിട്ട് മാറി.